ഞങ്ങളുടെ സമുന്നതനായ നേതാവായിരുന്നു. പിന്നെ ഇപ്പം നിലവിൽ പാർട്ടി പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന PK ശശി എന്ന സഖാവ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ മുൻ CPM പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ ഇന്ന് കൺവെൻഷൻ ചേരുന്നുണ്ട്. ഞാൻ അവിടെയാണ് ഉള്ളത്. എന്നോടൊപ്പം ഷഹാന കല്ലടിയാണ് ഉള്ളത്. നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് CPMലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതിന് കാരണം എന്താ? മുസ്ലിം ലീഗിൽ നിന്ന് CPMലേക്ക് വന്നു എന്നുള്ളൂ. ഞാനത് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. പൊതുവെ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാൻ CITUവിലായിരുന്നു. CITUവിൻ്റെ ജില്ലാ കൗൺസിലിലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു ചെയ്തിരുന്നത്. നിലവിൽ ആ നില തുടരാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിന്നത്. ഞങ്ങളുടെ സമുന്നതനായ നേതാവായിരുന്നു. പിന്നെ ഇപ്പം നിലവിൽ പാർട്ടി പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന PK ശശി എന്ന സഖാവ്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ ആരൊക്കെയാണോ, ഇത് വിമത ഗ്രൂപ്പ് എന്നുള്ളത് നിങ്ങൾ പറയരുത്. ഞങ്ങൾ വിമതരൊന്നുമല്ല. ഞങ്ങൾ പാർട്ടിയിൽ ചില നടപടികളിൽ പ്രയാസം നേരിടുന്ന ഒരു വിഭാഗം. അത് ഞങ്ങൾ പുറത്തുനിന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു വിഭാഗീയത എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നിലവിൽ. ഈ PK ശശിയെ സ്നേഹിക്കുന്ന താങ്കളെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറും. അദ്ദേഹത്തോട് ബഹുമാനമുള്ള എല്ലാവരും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറും. ഒരു വ്യക്തി എന്നുള്ളതിലല്ല, ചില പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാവരും അങ്ങനെ തന്നെ പറയാം. ആ ഒരു വ്യക്തിയെ കണ്ട് മാത്രം നിൽക്കുന്നവർ മാത്രമൊന്നുമല്ല. ഇതിൽ പല പ്രയാസങ്ങളും നേരിട്ട മുൻകാല നേതാക്കന്മാർ, സഖാക്കന്മാർ, അടിത്തട്ടിലുള്ളവർ എല്ലാം ഈ കൂട്ടായ്മയുടെ ഭാഗമായി മാറും. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെ രൂപാന്തരപ്പെടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിലവിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷകളിലൊന്നും മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവിടെ കൂടിച്ചേരുന്നു. ഞങ്ങളുടെ ആവലാതികൾ പറയാനും ഞങ്ങളെ കേൾക്കാനും ഒരു കൂട്ടായ്മ. അതാണ് ഇന്നത്തെ ഒരു കൂട്ടായ്മയുടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് എന്നുള്ളത് ഇപ്പം നിലവിൽ പറയാറായിട്ടില്ല. ഈ PK ശശി ഒറ്റപ്പാലത്തോ അല്ലെങ്കിൽ ഷൊർണൂരൊക്കെ മത്സരിക്കുമെന്ന് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. നിങ്ങൾ പത്രക്കാർ പറയുന്നതായിട്ടാണ് ഞങ്ങളും കേൾക്കുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ സൂചനകളൊന്നും നിലവിലില്ല. അദ്ദേഹം പറയുന്നത് വരെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പം നിലവിൽ ഞങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുക, മുന്നോട്ട് പോവുക. അതിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട്. അത്രമാത്രമേ ഇന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ PK ശശിക്ക് മണ്ണാർക്കാടുള്ള സ്വാധീനം അറിയാം. അദ്ദേഹം ഷൊർണൂരിൻ്റെ MLA ആയിരുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലുള്ള ഒരാൾ UDFൻ്റെ ബാനറിൽ കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിജയം കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് പറഞ്ഞല്ലോ, അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹം പറയട്ടെ. എന്നതിന് ശേഷമല്ലേ നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റുള്ളൂ. നിലവിലിപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാതെ ഇത്തരം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങളുടെ അഭിപ്രായത്തിന് പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹം തീരുമാനിക്കട്ടെ. ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മ ഈ UDFുമായിട്ട് സഹകരിക്കും. ഇപ്പോൾ പല സ്ഥലത്തും, ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പോലുള്ള സ്ഥലത്ത് ഈ സതീഷ് നേതൃത്വം കൊടുക്കുന്നു ഈ കൂട്ടായ്മയ്ക്ക്. അദ്ദേഹം അവിടെ UDFിനൊപ്പം ചേർന്ന് മത്സരിച്ചിരുന്നു. നിങ്ങളും ഈ മണ്ണാർക്കാടിൻ്റെ പല മേഖലകളിലും മത്സരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു UDF മുന്നണിയുമായിട്ട് സഹകരിക്കേണ്ടി വരില്ലേ? നോക്കൂ, UDF LDF എന്നുള്ളതല്ല. ഞങ്ങൾ നിന്ന് മുന്നണിയിൽ CPM പ്രവർത്തകരായിട്ടുള്ള ഒരു പറ്റം ആളുകളാണ് ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നത്. തീർച്ചയായും നമ്മൾ മത്സര രംഗത്തേക്ക് വരുന്നപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് ആളുകൾ വന്നപ്പോൾ അവർക്ക് നിലനിൽപ്പ് എന്നുള്ളത്, അതായത് മത്സരിക്കാം എന്നുള്ളത് തീരുമാനിച്ചല്ലോ. സ്വാഭാവികമായും മത്സരിക്കുമ്പോൾ പാർട്ടിയിലുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ പാർട്ടീൻ്റെ ഒപ്പോസിഷനായിട്ടാണല്ലോ അവർ സ്വതന്ത്രരായിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് ആരുടെ വോട്ടും മേടിക്കാമല്ലോ. അതിപ്പോൾ സ്വാഭാവികമായിട്ട് LDF UDF ഒന്നുമില്ല, അതൊരു താഴെത്തട്ടിലുള്ള ഇലക്ഷൻ ആയതുകൊണ്ട്, അത് വ്യക്തികൾക്ക് കിട്ടുന്ന വോട്ടായതുകൊണ്ട് അതിന് LDF UDF എന്നുള്ള ഒരു മാനദണ്ഡമൊന്നും കാര്യമാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുള്ളൂ ആ ഇലക്ഷനിൽ ലോക്കൽ ബോഡിയുള്ള ഇപ്പോൾ നടന്നിട്ട്. ഇപ്പോൾ ഈ ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് പിന്നെ CPMുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ നിങ്ങൾ പ്രതീക്ഷിച്ച രൂപത്തിലൊരു പാർട്ടി ആയില്ലേ CPM? എന്താണ് അവിടുന്ന് നേരിട്ട പ്രശ്നം? ഞാൻ
ലീഗിൽ നിൽക്കുമ്പോഴും ലീഗിലും എസ് ടി യുവിലെ പ്രതിനിധിയായിട്ട്, അതായത് തൊഴിലാളികളുടെ ഒപ്പം നിൽക്കുന്ന ഒരു സർവീസ് സെക്ടറിലാണ് ഞാൻ കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ സർവീസ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ അത്തരം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് അന്ന് നിന്നിട്ടുള്ളത്. തിരിച്ച് ഞാൻ എസ് ടി യു, അതായത് ലീഗിൽ നിന്ന് ഇറങ്ങുമ്പോൾ എസ് ടി യുവിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഞാൻ നേരെ വന്നത് CITU യിലേക്കാണ്. സ്വാഭാവികമായി നമുക്ക് പാർട്ടി എന്നതിനേക്കാളും നല്ല തൊഴിലാളികൾ, സംഘടനകൾ ഏതോ ആവാല, എല്ലാ തൊഴിലാളി സംഘടനകളും സംയുക്തമാണ് ഇവിടെ ഇന്ത്യയിലൊട്ടാകെ. BMS മാത്രമേ നമ്മൾ കൂട്ടാത്തേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും സംയുക്തമായിട്ട് തന്നെയല്ലേ എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നത്. സോ ആ രീതിയിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് നിലപാട് ഉറപ്പിച്ചത്. ഇപ്പോൾ ഈ PK ശശിയുമായി വ്യക്തിപരമായി തന്നെ നല്ല അടുപ്പം ഉണ്ട്. അദ്ദേഹം ഈ ഒരുപാട് ഈ പ്രയാസങ്ങൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ടല്ലേ? അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ഉണ്ടാവുന്നുള്ളത് ഞാൻ വന്നതിന് ശേഷം ഉണ്ടായ കാര്യമൊന്നുമല്ല. അത് എത്രയോ കാലങ്ങളായിട്ട് പാർട്ടി അച്ചടക്കവും നടപടികളും ഒക്കെ പാർട്ടിയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ആ പ്രോസസ്സ് എല്ലാവരും നേരിടും ഒരു സമയത്ത്. പ്രത്യേകിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ചില അവസരങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു സാഹചര്യവും കഴിയുമ്പോൾ അത് സ്വാഭാവികമായും ആ ഒരു ടൈം ലിമിറ്റ് കഴിയുമ്പോൾ അത് പഴയ രീതിയിലേക്ക് മാറാറുമുണ്ട്. അദ്ദേഹം ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പാർട്ടിയും ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്നുള്ളത് പറയുന്നത്, ഒരാൾ വീഴുമ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ നന്മകളുണ്ട്, അത് മറന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തിന്മകളിലേക്കൊരു ഒളിച്ചുനോട്ടത്തിൻ്റെ ആവശ്യം കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം എന്തായാലും അദ്ദേഹം ഈ പാർട്ടിയുമായുള്ള ഇപ്പോൾ ഈ നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാലും CPM അതിനൊരു വിമത കൺവെൻഷനായിട്ടാണ് കാണുക. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവില്ലേ? അങ്ങനെ ഞങ്ങൾ മനസ്സാലെ ഞങ്ങളങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി പറയട്ടെ, ഞങ്ങളെ പുറത്താക്കി എല്ലാവരും ഇപ്പോൾ വിമതരാണ് ഞങ്ങൾ എന്ന് പാർട്ടി പറയുമ്പോഴാണ് ഞങ്ങൾ വിമതരാകുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനൊരു വേദികളില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെപ്പോലെ സ്വാഭാവികമായിട്ട് ഞാനൊന്നും പാർട്ടി ഘടകത്തിൽ എവിടെയും ഇല്ലാത്ത ഒരാളാണ്. ഞങ്ങൾക്കും ഞങ്ങളുടേതായ പ്രയാസങ്ങളുണ്ട്. പറയാൻ ഞങ്ങൾക്കൊരു വേദികളില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ആ വേദികളിലെങ്കിലും നമ്മളെ സങ്കടങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു വേദി ഉണ്ടാവണം എന്ന് മാത്രമേ ഞങ്ങൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനി ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തീരുമാനം ഇതുവരെ പാർട്ടിയും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ തീരുമാനവും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇന്നത്തെ കൂട്ടായ്മ കഴിഞ്ഞതിന് ശേഷം വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഈ മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ അതിൽ EMS മുതൽ VS അച്യുതാനന്ദനും EK നായനാരും കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള ഈ CPMൻ്റെ സമീപകാലത്തെ നേതാക്കൾ പോലും ഉണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് CPM നോക്കിക്കാണുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.